ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. ഒരു ചിക്കൻ വിന്താലോണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പം നമുക്ക് ഈ ചിക്കൻ വിന്താലു ഉണ്ടാക്കാൻ തുടങ്ങാം. വിന്താലു ഉണ്ടാക്കാൻ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പ്, 2 ഏലക്ക, 1 ടീസ്പൂൺ വലിയ ജീരകം, 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്. അതുകൊണ്ടാണ് 8 അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചെറിയ ടൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 12 അല്ലി വെളുത്തുള്ളി വരെ ഉപയോഗിക്കാം. ഒരു സവാള ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1 ടീസ്പൂൺ കടുക്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിവിടെ കറിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടി ഉപയോഗിക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല കളറും നല്ല കൊഴുപ്പും കിട്ടും. കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോഴത്തേക്കും കറിക്ക് അത്ര എരിവുണ്ടാവില്ല. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് നിങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കറിക്ക് എരിവ് കൂടുതലായിരിക്കും. വിന്താലു ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ആ കളറും ആ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പുപൊടി, വിനാഗിരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കറി താളിച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കറിവേപ്പില, 2 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി അരപ്പുണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക, പട്ടയും കറിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് അരച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ മസാല ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള അരക്കാനായിട്ട് നമ്മൾ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ചിക്കനിൽ നമുക്ക് മസാല എല്ലാം പുരട്ടി വെക്കണം. അതിനായിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു 2-3 മണിക്കൂർ ഇതുപോലെ മസാല പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് അപ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കനിലേക്ക് നമുക്ക് അരച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഞാനിങ്ങനെ ഒരു കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണിത്. കൂടുതൽ അരഞ്ഞു പോകണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി കാശ്മീരി ചില്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. നമുക്ക് ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണമെങ്കിൽ നല്ലതാണ്. അപ്പൊ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു കിട്ടും. നമുക്ക് ഉടനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം, പക്ഷെ ഇതുപോലെ കുറച്ച് സമയം വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ചിക്കനിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് വഴറ്റാം. ഇപ്പൊ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒരു നല്ല ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് നല്ല രുചിയും നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. സവാള ശരിക്കും വഴറ്റിയെടുത്തില്ലെങ്കിൽ കറിക്കൊരു മതിരിപ്പുണ്ടാവും. ഇപ്പോൾ സവാള കാണുന്ന പോലെ ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി കാണുന്ന പോലെ നന്നായിട്ടൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്
ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ മസാലയെല്ലാം പച്ചക്ക് ചിക്കനിൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോഴത്തേക്കും ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെക്കാം. ഇടക്കൊന്ന് മൂടി മാറ്റി ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ നല്ല വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കൻ വേവ് കൂടിയതാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും പാൻ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചിക്കൻ ആണെങ്കിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പൊ ചിക്കൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിക്കന്റെ പാകം നോക്കി സമയമെടുത്ത് നിങ്ങൾ കുക്ക് ചെയ്യുക. ഇടക്ക് മൂടി തുറന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വേവിക്കാം. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ചിട്ട് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കഷ്ണം ചിക്കൻ എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചിക്കൻ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കണം. പുളി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വല്പം വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എനിക്ക് കറിയിൽ കുറച്ച് പുളി കുറവ് പോലെ തോന്നി. ഞാൻ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ആ പുളിയും ഉപ്പും ചെറിയൊരു മധുരമൊക്കെ ആകുമ്പോഴത്തേക്കും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ കൂടുതൽ തിക്കാനും പാടില്ല, കൂടുതൽ ലൂസാനും പാടില്ല. ഇതുപോലെ ഒരു കുഴഞ്ഞ പാത്രത്തിൽ വേണം ഇരിക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ വിന്താലു റെഡി ആയി കഴിഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ ക്രിസ്മസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ കറി കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ വിന്താലു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയായി നമുക്ക് കാണാം. താങ്ക് യു.